നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു ഗുണപാഠമുള്ള ഒരു കഥയായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ആമയും മുയലിന്റെയും കഥ. ഈ ആമയും മുയലും പന്തയം വെച്ച കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. കാട്ടിലെ ഒരു ഒളിമ്പിക്സ് നടക്കുകയാണ്. അപ്പൊ കാട്ടിലെ എല്ലാ മൃഗങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ മുയലും ആമയും മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അവരുടെ ഓട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു നിന്നു. ആ സമയത്ത് മുയല് വളരെ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ആമയ്ക്ക് വളരെ സ്ലോവിലാണ് കഴിയാൻ പറ്റുള്ളൂ, എങ്ങനെ പോയാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന മനോഭാവത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വിസിൽ വന്നപ്പോൾ രണ്ടു പേരും മത്സരിക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് പോവാണ്. അപ്പോൾ മുയല് 2 ചാട്ടം ചാടിയപ്പോൾ തന്നെ ഏകദേശം ഈ മത്സരത്തിന്റെ പകുതി ഭാഗം പിന്നിട്ട് കഴിഞ്ഞു. ആ മുയൽ നോക്കുമ്പോൾ ആമ അവിടെ നിന്ന് പുറപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് എത്താൻ ഒരുപാട് ദൂരമുണ്ട് എന്ന് കരുതി മുയല് അടുത്ത് കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് മുയൽ ഉറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് ആമ ഇഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയാണ്. അങ്ങനെ എല്ലാവരും കരഘോഷങ്ങളും കാര്യങ്ങളുമായിട്ട് ആമ ജയിച്ച് എന്ന് പറയുമ്പോഴാണ് മുയൽ അറിയുന്നത്, അയ്യോ ആമ ഇതിനവിടെ അതും തന്നെ ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ ആമ ജയിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇതിലുള്ളൊരു ഗുണപാഠം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും മത്സരങ്ങളും അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ആമയുടെ ഒരു മനോഭാവമാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഈ ആമ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ എതിരാളിയായി മത്സരിക്കുന്നത് മുയലാണ്. ഈ മുയലിനോട് മത്സരിക്കാനായിട്ട് ഒരിക്കലും ആമയ്ക്ക് കഴിയില്ല എന്ന അത് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു തിയറിയാണ്. പിന്നെ എന്തിന് ആമ അതിൽ പങ്കെടുക്കണം, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടാനായിട്ട് നമ്മളിതിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം, ആദ്യത്തെ കാര്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിലാണോ എന്താ പറയുക ചാടിയാണോ മുന്നോട്ട് പോകുന്നത് എന്നല്ല വിഷയം. നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എഴയണം എന്ന് പറയുന്ന പോലെ നമ്മളതിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്. എതിരാളി എത്ര ശക്തനാണെങ്കിലും എൻ്റെ പോർഷൻ, അതായത് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാതെ അയ്യോ മുയലാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, എനിക്കൊരിക്കലും അത്ര കഴിയില്ല എന്നുള്ള മനോഭാവം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൺസിസ്റ്റൻ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കാതെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. വളരെ ദൂരത്തിലും വളരെ സാവധാനവും നടന്നു പോകേണ്ട ഒരു സംഭവത്തിൽ പോലും ആമയ്ക്ക് ജയിക്കാമെങ്കിൽ അതിനേക്കാളും എത്രയോ മഹത്തരമായിട്ടുള്ള മനുഷ്യർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും ചിലപ്പോൾ പല ദിവസങ്ങളായിട്ടായിരിക്കും നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നത്. അതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണോ അല്ലെങ്കിൽ എതിരാളി ആരാണോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ ഓരോ മൂവും ഓരോ സ്റ്റെപ്പും നമ്മളെ മുന്നിലേക്ക് നയിക്കുകയും നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.